ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് റൗണ്ട് ഒരു ദുരന്തമായി റദ്ദായി പോയതിനു ശേഷം രാത്രി തന്നെ സെക്കൻഡ് റൗണ്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബോസൻ. ഈ റൗണ്ടിലും അലമ്പിന് കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫുൾ അലമ്പ് വൈബായിരുന്നു ലൈവിനകത്ത്. ആര്യനും നൂറയും തമ്മിൽ ആദ്യം ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഈ ഒരു അലമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണിത്, ഒരു അച്ചടക്കമില്ലാതെ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഈ റൗണ്ടിൽ ബോട്ടിലുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. നൈസായിട്ട് ചെയ്യാൻ പറ്റിയൊരു റൗണ്ടായിരുന്നു. പക്ഷെ അറിയാമല്ലോ, ആകെ കുറച്ചു പേർക്ക് ബോട്ടിൽ കിട്ടിയിരുന്നുള്ളൂ ഈ ഒരു റൗണ്ടിൽ. അതിൽ തന്നെ നെവിന് ആകെ ഉണ്ടായിരുന്നത് 3 ഓറഞ്ച് ബോട്ടിൽസ് ആണ്. അതിൽ എല്ലാം അനുമോള് റിജക്ട് ചെയ്ത് വിട്ടു. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ റിജക്ട് ചെയ്ത് വിട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ലീക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് റിജക്ട് ചെയ്തത്. അനീഷിന്റെ ബോട്ടിൽസ് ആയിരുന്നു പിന്നെ നോക്കിയത്. 6 ബോട്ടിലോ മറ്റോ ആയിരുന്നു അനീഷിൻ്റെതായിട്ടുണ്ടായിരുന്നത്. അനുമോൾ അളവൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ ബോട്ടിൽ ചളങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് 4 എണ്ണം റിജക്ട് ചെയ്ത് വിടുന്നുണ്ട്. അനീഷിനെ തോൽപ്പിക്കാനായിട്ട് മുന്നിൽ നിന്ന് ഒബ്ജക്ട് ചെയ്തത് അക്ബറും നൂറയൊക്കെയാണ്. ഫുൾ അഗ്രഷൻ ആയിരുന്നു ലൈവിനകത്ത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ വഴക്കുണ്ടാക്കുന്നുണ്ട് നല്ലപോലെ. റിജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ അനീഷും പറയുന്നുണ്ട്. മോശമൊന്നും അല്ല, നല്ല രീതിയിൽ തന്നെ ബഹളം അനീഷും വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റൗണ്ടിലും അഗ്രഷൻ ഒരു കുറവുമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ റദ്ദാക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കളിച്ചത്. ഈ ഒരു 6 ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അനീഷിൻ്റെതായിട്ട്. അതിലെ 4 ബോട്ടിലുകൾ അനുമോള് റിജക്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ആദിലെ എടുത്ത് കുടിച്ചിട്ടെടുത്ത് കളയുന്നുണ്ട്. അതെടുത്ത് ഇറക്കി കളയുന്ന പോലും ഇല്ല, തുപ്പിക്കളയുന്നുണ്ട് കേട്ടോ അതിനകത്ത് ജ്യൂസ്. അപ്പോൾ ആ ഒരു ബോട്ടിൽ അനുമോൾ അപ്രൂവ് ആക്കി വെച്ചിരുന്നതാണ്, അനുമോളും ജിഷനും കൂടി. അതാണ് അതിലെടുത്തത്. എന്നാലും ഇതൊക്കെയാണ് ലൈവിനകത്ത് നടക്കുന്നത് കേട്ടോ. ഈ റൗണ്ടും മിക്കവാറും റദ്ദായി പോകാനാണ് സാധ്യത. കാരണം പാസ്റ്റ് എഴുതിയ ആ ഒരു ബാസ്കറ്റിൽ ഒരു ബോട്ടിൽ പോലും ഞാൻ കാണുന്നില്ല ഈ റൗണ്ടിലും. ഈ റൗണ്ട് മിക്കവാറും പാഴായി പോകുമെന്നാണ് തോന്നുന്നത്. നാളെ വേറെ വല്ല സ്ട്രാറ്റജി ആയിട്ട് ബിഗ് ബോസ് വരണം ഇവറ്റകളെ കൊണ്ട് പ്രോപ്പറായിട്ട് ടാസ്ക് ചെയ്യിപ്പിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ടാസ്ക് ഒരു നേരെ ചുവയുള്ള രീതിയിൽ ഒരു നടക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു വിന്നർ അല്ലേ പിന്നെ ഈ ടാസ്കിനകത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നോമിനേഷൻ ഫ്രീ കാർഡും അതേപോലെ മറ്റേ ക്യാപ്റ്റൻസി കാർഡും ഒക്കെ എടുത്ത് ദൂരെ കളയേണ്ടി വരും. അതാണ് ഈ ഒരു പോക്ക് പോയാൽ എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.